ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണല്ലോ. പരിസ്ഥിതിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പരിസ്ഥിതി ദിന സന്ദേശം. സാധാരണ പരിസ്ഥിതി ദിനം എന്ന് പറയുമ്പോൾ ജൂൺ 5 സ്കൂളുകളും സ്ഥാപനങ്ങളും സംഘടനകളും ഒക്കെ ഓരോരോ മരം നടും. അതുകൊണ്ട് തീർന്നോ ശരിക്കും പരിസ്ഥിതി ദിനം? അല്ല. അതിനാദ്യം നമ്മൾ പരിസ്ഥിതിയെ അറിയണം. ജൈവികവും അജൈവികവുമായ വസ്തുക്കളുടെ സംയോജനത്തെയാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുക. അപ്പോൾ ഇവിടെ എല്ലാം വേണം എന്ന് സാരം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് നമ്മുടെ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കാനാണ്. ഇന്ന് ലോകം നേരിടുന്ന കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, വനനശീകരണം തുടങ്ങിയ വെല്ലുവിളികൾക്കിടയിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പരിസ്ഥിതി സംരക്ഷണം ഒരു ദിവസത്തെ മാത്രം പ്രവർത്തനമല്ല എന്ന് സാരം. ജീവിതശൈലിയായി മാറേണ്ട ഒരു ചിന്തയാണ് പരിസ്ഥിതി. അപ്പോൾ ഈ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മളെ ബോധവൽക്കരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ഈ പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിന്ന് ലീഡേഴ്സ് മോർണിംഗിൻ്റെ തുടക്കത്തിൽ എന്തിനാണ് ഇത്ര കാര്യമായിട്ട് പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് ഒരു ഇൻട്രോയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കൊപ്പം ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്ന ഒരാളും ഈ രീതിയിലുള്ള ഒരാളാണ്. കാരണം ഒരു നടനായി തുടങ്ങി ഇപ്പോൾ നടനുമാണ്, ഒപ്പം വലിയൊരു കർഷകനുമാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ആരാണെന്ന് അറിയണ്ടേ? ശ്രീ കൃഷ്ണപ്രസാദാണ്. സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീ കൃഷ്ണപ്രസാദ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? നല്ല മഴയൊക്കെ ആണല്ലോ അല്ലേ? അതെ 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 അതെ. അപ്പോൾ ആദ്യം തന്നെ ഇന്നലെ മുതലാണ് കാലവർഷമായത്. അതെ അതെ. അപ്പം ആദ്യം തന്നെ പരിസ്ഥിതി ദിന ആശംസകൾ. എനിക്കറിയാം, പറഞ്ഞ പോലെ നടനായിട്ട് തുടങ്ങുന്നു, പിന്നീട് ഇപ്പോൾ 100 മേനി വിളവെടുക്കുന്ന ഒരു കർഷകൻ കൂടിയാണ്. അപ്പം ആദ്യം അതിൽ നിന്നും തുടങ്ങാൻ ശ്രീ കൃഷ്ണപ്രസാദ്. ഒരുപാട് പേർക്ക് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാകും, എങ്ങനെയാണ് നടനിൽ നിന്നും ഒരു കർഷകനായി മാറിയതെന്ന്. അല്ല, ഞാൻ വളരെ ചെറുപ്പം മുതൽ സിനിമയിൽ ബാലതാരമായിട്ട് വന്ന് നായകതുല്യമായ വേഷം ചെയ്ത് ഇന്നിപ്പോൾ ലാസ്റ്റ് വാഴ എന്ന് പറഞ്ഞൊരു പടത്തിൽ, അതായത് പുതിയ തലമുറയോടൊപ്പം വരെ അഭിനയിക്കാൻ സാധിച്ചു. പക്ഷേ ഞാനോ അറിയാതെ, എൻ്റെ കുടുംബം ഒരു കാർഷിക കുടുംബമായിരുന്നു. എൻ്റെ അച്ഛനും ഒരു അധ്യാപകനായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ്റെ മരണത്തോടു കൂടിയാണ് ഞാൻ ഒരു കാർഷിക വൃത്തിയിലേക്ക് വരുന്നത്. കാർഷിക വൃത്തി എന്ന് പറഞ്ഞാൽ നെൽകൃഷിയാണ് ഞാൻ ചെയ്യുന്നത്. നെൽകൃഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ ആവശ്യമുള്ളതും വളരെയധികം ബുദ്ധിമുട്ടുള്ളതുമായ ഒന്നാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ പറയുന്ന പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒന്നാണ് നെൽകൃഷി. ആ നെൽകൃഷിയിലേക്ക് ഇറങ്ങി ഈ 18 വർഷമായി അതോടൊപ്പം നിൽക്കുന്നു. മുമ്പേ പറഞ്ഞതിലൊരു വ്യത്യാസമുണ്ട്. എപ്പോഴും 100 മേനിയൊന്നും കിട്ടാറില്ല, നഷ്ടങ്ങളും ഉണ്ടാവാറുണ്ട്. എന്നാൽ 100 മേനി ലഭിച്ച സമയങ്ങളുമുണ്ട്. അതുകൊണ്ട് കാർഷിക വൃത്തി ഞാൻ എൻ്റെ ഒരു മനസ്സിലിടം നേടിയ ഒന്ന് തന്നെയാണ്. അതിലാണ് ഇപ്പോൾ ഞാൻ ഒരു സംതൃപ്തി കണ്ടെത്തുന്നത്. അതെ, നമ്മളിപ്പോൾ ആ ഫ്രെയിം കാണുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മരങ്ങൾ, വാഴയും മറ്റു മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഒരു പച്ചപ്പും ഹരിതാപയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് കുളിരുന്ന കാഴ്ചയാണ് ഇത്. ഇപ്പോൾ ഞാൻ ചോദിക്കുമ്പോഴേ, നടനാണ്, നടൻ കർഷകൻ രണ്ടും ഉണ്ട്. അപ്പം നടനെയാണോ കർഷകനെയാണോ ഇപ്പം ശ്രീ കൃഷ്ണപ്രസാദിന് കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ അത് കുഴക്കോ? കുഴയ്ക്കാനൊന്നുമില്ല അതിനകത്ത്. ഇപ്പം ഞാനൊരു വെറും ഒരു സാധാരണ ഒരു കർഷകനാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ വന്ന് ഈ പറഞ്ഞ മലയാളത്തിൻ്റെ പ്രേക്ഷകരോട് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഞാനൊരു നടനും കൂടെ ആയതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വന്ന് ഈ ഒരു രീതിയിൽ വന്ന് സംസാരിക്കാൻ സാധിക്കുക. അപ്പം ചെറിയൊരു നടൻ എന്നുള്ള രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജാണ് എനിക്ക് കാർഷിക വൃത്തിയിലും എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥാനലബ്ധി എന്ന് തന്നെ പറയാം. കർഷകരിൽ നിന്നും ഒരു വേറിട്ട മുഖമായി മാറാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ. ഇപ്പം കർഷകൻ എന്നുള്ളൊരു നിലയിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയൊരു സമയം എപ്പോഴായിരുന്നു? അഭിമാനം തോന്നിയത്, എനിക്ക് വളരെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും കർഷകർക്ക് 2 കൊല്ലം മുമ്പ് നെൽകൃഷിയിൽ നിന്നും പൈസ കിട്ടാതെ ഒരു 4-5 മാസം ബുദ്ധിമുട്ട് അനുഭവിച്ച് ഒരു ഓണക്കാലത്ത് കുമ്പിളിക്കഞ്ഞി എന്ന ഒരു വലിയ സമരം വരെ ചെയ്ത് അതിന് എൻ്റെ ഒരു സഹപ്രവർത്തകനായ ജയസൂര്യ അത് ആ സമയത്തെ മന്ത്രിമാരുടെ ഒരു സ്റ്റേജിൽ വെച്ച് ഇത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ സമയത്താണ് കൃഷിക്കാരൻ്റെ ബുദ്ധിമുട്ട് പൊതുസമൂഹം തിരിച്ചറിഞ്ഞത്.
ആ സമയത്താണ് ഞാനാണ് ആദ്യമായി നെൽകർഷകന് കൊടുക്കുന്ന നെല്ല് കൊടുത്താൽ അവന് കിട്ടുന്ന വായ്പയായിട്ടാണ് ബാങ്കിൽ നിന്ന് പൈസ കിട്ടുന്നതെന്നും അവന് സിബിൽ സ്കോർ നഷ്ടപ്പെടുമെന്നും പറഞ്ഞപ്പോഴാണ് ഒരു സാധാരണ കർഷകൻ പോലും അത് തിരിച്ചറിയാൻ തുടങ്ങിയത്. അപ്പോൾ ആ തിരിച്ചറിവിനോടൊപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ വന്നതിന് ശേഷമാണ് ഏതാണ്ട് 5 മാസം കഴിഞ്ഞ ആ നെല്ലിൻ്റെ പൈസ കിട്ടാത്ത സാഹചര്യത്തിൽ നിന്ന് നെല്ല് കൊടുക്കാൻ ഒരു തീരുമാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എടുപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ സമയത്ത് ഞാൻ ഇത്രയും വർഷം നിന്നതിൽ എന്തെങ്കിലും എനിക്ക് കർഷകർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു നിമിഷം. ശ്രീ കൃഷ്ണപ്രസാദ്, ഇപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ? പുതിയ സർക്കാർ വന്നു, ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം പുതിയ സർക്കാർ വരുമ്പോഴാണല്ലോ നമ്മൾ ഇതുവരെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, ആവലാതികൾ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ സർക്കാർ ബാക്കി വെച്ചിരുന്ന തുകകളൊക്കെ ഞങ്ങൾക്ക് ലഭ്യമാക്കുമെന്നാണ് പുതിയ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. എന്തായാലും ഈ ഒരു ബഡ്ജറ്റും വരുന്ന ഒരു ബഡ്ജറ്റും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ എന്നും പ്രശ്നങ്ങളും പരാതികളും ഒക്കെ ഉണ്ട്. കാരണം ഇപ്പം നെൽകർഷകരുടെ പ്രശ്നം തന്നെ എടുത്താൽ എത്രയോ കാലങ്ങളായി അവർ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും ഇന്നും ഇപ്പം ബജറ്റുകളുടെയൊക്കെ അവതരണങ്ങൾ വരുന്ന ഘട്ടത്തിൽ നെൽകർഷകർക്ക് വേണ്ടി ഇത്ര കോടി മാറ്റിവെക്കും, റബ്ബർ കർഷകർക്ക് വേണ്ടി ഇത്ര കോടി മാറ്റിവെക്കുന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതൊക്കെ യഥാസമയം ഇവരിലേക്ക് എത്തുകയോ അതല്ലെങ്കിൽ പിന്നീട് വരുന്ന കാലങ്ങളിലൊക്കെ ഇത് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പൂർത്തിയാക്കാനോ ഒന്നും കഴിയാത്ത അവസ്ഥയാണ് ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. അപ്പം ശ്രീ കൃഷ്ണപ്രസാദ്, ഒരു കർഷകൻ എന്നുള്ള നിലയിൽ അങ്ങേക്ക് തോന്നുന്നത് എന്താണ്? ഈ വാഗ്ദാനങ്ങൾ നൽകുന്നതിനപ്പുറം അത് പ്രാവർത്തികമാക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കർഷകനിലേക്ക്, അവൻ്റെ കയ്യിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുന്നതിൽ സർക്കാരുകൾക്ക് ഒരു പ്രശ്നമുണ്ടോ? ഉണ്ടാവണമല്ലോ. അതുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നീക്കിയിരിപ്പായിട്ട്, അതായത് കാർഷിക വൃത്തിയിലെ ഭൂമി തരം തിരിച്ചതിൻ്റെ പേരിൽ തന്നെ ഏതാണ്ട് 1900 കോടിയോളം ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ ഫണ്ട് ഞങ്ങളിലേക്ക് മാറ്റിയെടുക്കണമെന്ന് ഹൈക്കോടതി വരെ നിർദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ഇതിന് ഏറ്റവും അത്യാവശ്യം ഒരു ബഡ്ജറ്റിൽ റിവോൾവിംഗ് ഫണ്ട് കാർഷിക മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. അത് ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എത്തിപ്പെടുവാൻ, അതായത് കാർഷിക വൃത്തിയിലേക്കുള്ളവർക്ക് അത് എത്തിപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് റിവോൾവിംഗ് ഫണ്ട് ഉണ്ടാക്കുന്ന ഒരു ബഡ്ജറ്റായിരിക്കണം നമുക്ക് കാർഷിക വൃത്തിക്ക്. ഈ പറഞ്ഞ പോലെ തരം മാറ്റുക, ഈ ബഡ്ജറ്റിൽ പറയുക, എന്നിട്ടത് സാധ്യമാകാത്ത ഒരു അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ വിഷമകരവും ഖേദകരമാണ്. അതുകൊണ്ടാണ് ഒരു റിവോൾവിംഗ് ഫണ്ട് ഉണ്ടാവുന്നത്. ഓക്കെ, ശ്രീ കൃഷ്ണപ്രസാദ്, ഇപ്പം മനസ്സിലാക്കിയിടത്തോളം അങ്ങയുടെ അച്ഛൻ, അദ്ദേഹവും നല്ലൊരു കർഷകനായിരുന്നു. പിന്നെ അദ്ദേഹം അധ്യാപകനും പൊതുപ്രവർത്തനവും ഒക്കെയാണ് ഉണ്ണിപ്പിള്ള സാറ്. അപ്പം സാറിനൊപ്പം ഈ ചെറുതിലെ തന്നെ, അതായത് വീട്ടിലെ കുഞ്ഞിലെ തന്നെ കാർഷിക രീതിയും കൃഷി രീതിയും ഒക്കെ കണ്ട് വളർന്നിരിക്കുമല്ലോ. അപ്പം അന്നേ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ, എനിക്കും ഈ ഒരു കാർഷിക വൃത്തിയിലേക്കൊക്കെ പൂർണ്ണമായിട്ടും തിരിയണം, അങ്ങനെ ഒരു ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നോ? അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താ ഇപ്പോൾ അങ്ങേക്ക് തോന്നുന്നത്? അച്ഛനാണ് എന്നെ ഏറ്റവും കൂടുതൽ, എൻ്റെ ഒരു ഐഡിയൽ മാൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനാണ് എൻ്റെ എല്ലാ കാര്യം, കലാപ്രവർത്തനത്തിലാവട്ടെ, എൻ്റെ കാർഷികമായ കാര്യത്തിലും എല്ലാം എൻ്റെ അച്ഛനാണ്. മനസ്സിലായി. ഇപ്പോൾ എനിക്കുണ്ടായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഹൃദയപൂർവ്വം കർഷക നടന്നും പറഞ്ഞൊരു പുസ്തകം ഞാൻ എഴുതി. അതെൻ്റെ അച്ഛൻ്റെ ഓർമ്മയുടെ ഒരു സമർപ്പണമായിട്ടാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായും അതായിരിക്കാം എന്നെ ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചു. ശ്രീ കൃഷ്ണപ്രസാദ്, ക്ഷമിക്കണം, ഞാൻ അങ്ങ് ഇത്രയും ഇമോഷണൽ ആകുമെന്ന് വിചാരിച്ചില്ല. സോറി. നമുക്കറിയാം, ഇപ്പം അച്ഛൻ അമ്മ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അത്രയും വൈകാരികമായിട്ട് അടുപ്പമുള്ള മനുഷ്യരാണ്. അപ്പോൾ അവരെക്കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും നമ്മൾ അത്രയും വികാരം കൊള്ളുകയും ചെയ്യും. അങ്ങ് ഓക്കെ ആണോ? ഓക്കെ പറഞ്ഞു.
പറഞ്ഞോളൂ. സോറി. ഞാനപ്പം ഇതിന്ന് വേറൊരു കാര്യത്തിലേക്ക് ചോദിക്കാം. നമുക്കിപ്പം ഇനി സിനിമയിലോട്ടൊക്കെ വന്നാൽ ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പം കുറേ നാളായിട്ട്, അതായത് നമ്മൾ സിനിമ കുറേ എത്രയോ വർഷമായിട്ട് അങ്ങയുടെ മുഖം കാണുന്നുണ്ട് സിനിമകളിലൂടെ. ഏറ്റവും ഒടുവിൽ അത് വാഴയിലെത്തിയിരിക്കുകയാണ്. വാഴയിലെ കഥാപാത്രത്തെ തിയേറ്ററിലൊക്കെ ഇത്രയും കൈയടിച്ച മറ്റൊരു സീൻ ഉണ്ടായിരുന്നില്ല. നമ്മുടെ വാഴ സിനിമയെ അടിപൊളിയാണ്. അതിൽ അങ്ങയുടെ ഒരു എൻട്രിയൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര രസം, തിയേറ്റർ മുഴുവൻ ഇളക്കി മറിച്ച സീനൊക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്റർ മുഴുവൻ ഇളക്കി മറിച്ചൊരു റോളായിരുന്നു അത്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ്, ഒരു വാഴ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആഫ്റ്റർ വാഴ എങ്ങനെയാണ്? വാഴയ്ക്ക് മുമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ ഏജിലുള്ളവരാണ് കൂടുതൽ തിരിച്ചറിയുന്നത്. പുതിയ തലമുറയിലുള്ള കൊച്ചുകുട്ടികളൊക്കെ അറിയുന്നത് പഴയ അയലത്തെ അദ്ദേഹം, യാത്രാമൊഴി, അങ്ങനെയുള്ള ഓരോ പടങ്ങൾ പറഞ്ഞ് അവരെ ഓർമ്മിപ്പിക്കണം. അപ്പോൾ അവരൊന്നും ചിലപ്പോൾ അത് കണ്ടിട്ടുള്ളവർ പോലും ആവില്ല. പക്ഷേ ഇന്ന് കൊച്ചു കുട്ടികൾ പോലും ഓടി വന്ന് എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുകയും കൺഗ്രാറ്റ്സ് പറയുകയും ചെയ്യുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഇന്നെത്തി. അത് പുതിയ തലമുറ എന്നെ സ്വീകരിക്കാൻ ഇത് വാഴ 2-ലെ ആ കഥാപാത്രം ഒരു കാരണമായി. കാവലാണ് കാക്കി എന്നാണ് അതിനകത്തെ ആ ഒരു ക്യാപ്ഷൻ തന്നെ. അപ്പോൾ തീർച്ചയായും അതെനിക്കൊരു വലിയ ഒരു മൈലേജാണ് തന്നിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, നമ്മൾ ഈ സിനിമയിൽ കുറേ വേഷങ്ങളൊക്കെ സിനിമയിലും അതേപോലെ തന്നെ സീരിയൽസിലും ഒരുപാട് അങ്ങ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് എന്നാൽ ഞാനൊന്ന് കൃഷിയിലും കൂടെ അല്ലെങ്കിൽ കാർഷിക രംഗത്തും കൂടെ ഒന്ന് കൈവച്ചേക്കാം, ഞാനൊന്ന് അതിലേക്കും കൂടെ ഒന്ന് തിരിഞ്ഞാലോ, അല്ലെങ്കിൽ അതിനെ ഒരു ഉപജീവന മാർഗമായിട്ട് കൂടി ഒന്ന് കണ്ടാലോ എന്നൊക്കെ ഒരു ചിന്ത വരികയും അതിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്തപ്പോൾ വീട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണമോ അവരുടെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? അല്ല, ഞങ്ങളൊരു കാർഷിക കുടുംബമായതുകൊണ്ടും അതിനെ എതിർത്തിട്ടില്ല ആരും. പിന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ. കാരണം കാലാവസ്ഥ, വേനൽ, സൺബേൺ അടിക്കാറുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. ഈ സമയങ്ങളിലെല്ലാം ഇതിനെയൊക്കെ തരണം ചെയ്താണ് നമ്മൾ നെൽകൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം കുട്ടനാട്, അപ്പർ കുട്ടനാട്, അതുപോലെ പാലക്കാടൻ മേഖല വേറൊരു രീതിയിലാണ്. അതാണ് പറഞ്ഞത്. പരിസ്ഥിതി എന്ന് പറയുന്ന ഈ ഒരു ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ പോലും പാലക്കാടൻ മേഖല, വയനാടൻ മേഖല, ഈ കുട്ടനാടൻ മേഖല, അപ്പർ കുട്ടനാടൻ മേഖല, അതുപോലെ ഈ തെക്കൻ മേഖല, ഇതൊക്കെ വ്യത്യസ്തമാർന്ന ഭൂപ്രകൃതിയാണ്. ആ വ്യത്യസ്തമാർന്ന ഭൂപ്രകൃതിയെ തിരിച്ചറിഞ്ഞ് അതിനെ സംരക്ഷിക്കാൻ ഒരു പൊതുവായ ഒരു പ്ലാറ്റ്ഫോം അല്ലെ പൊതുവായ ഒരു നിയമം നമുക്കുണ്ടാവുന്നില്ല. ഇത് കുട്ടനാട്ടിലെ രീതിയിൽ ഒരിക്കലും പാലക്കാട് കൃഷി ചെയ്യാൻ പറ്റില്ല, പാലക്കാട്ടെ രീതിയിൽ നമുക്കിവിടെയും ചെയ്യാൻ പറ്റില്ല. ഇത് തിരിച്ചറിയാൻ കേരളം പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനം, ആ സംസ്ഥാനത്തെ ഒരു കാര്യത്തിൽ പോലും നമുക്ക് ഇത് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ഇത് തിരിച്ചറിയണം. പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇന്ന് ഈ ഒരു ദിനത്തിൽ പറയുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു മരം നട്ട് പണ്ടൊക്കെ പശു വന്നത് തിന്നുകൊണ്ട് പോകും എന്ന് പറയും. ഇന്നിപ്പോൾ പശുക്കൾ പോലും ഇല്ല നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് ആ പേടി വേണ്ട. പക്ഷേ മുള്ളുവേലിയൊക്കെ ഇങ്ങനെ കെട്ടി, കമ്പിയൊക്കെ നെറ്റൊക്കെ കെട്ടി ഒരു ചെടി വെച്ചിട്ട് അത് വളർന്ന് അതൊരു മരമാകുന്നോ എന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പരിസ്ഥിതി ദിനത്തിൽ ഒരു ചെടി കൊണ്ട് അവിടെ വെച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിലോ ചാനലിലോ വരിക എന്നുള്ളത് മാത്രമായിട്ട് മാറുന്ന ഒരു പരിസ്ഥിതി ദിനമല്ല വേണ്ടത്. നമുക്കറിയാം ഇന്ന് ലോകം ഭീഷണിയിലാണ്. ഓസോൺ പാളികളിലുണ്ടാകുന്ന വിള്ളലുകൾ നമുക്കുണ്ടാകുന്ന ഈ പ്രാവശ്യം തന്നെ ഭീകരമായ ചൂടായിരുന്നു നമുക്ക് അനുഭവിച്ചത്. അതൊക്കെ ഈ പറഞ്ഞ പോലെ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദോഷത്തിൻ്റെ ഒരു കാരണമായിട്ട് മാറുക. അതുകൊണ്ട് പ്രകൃതിയെ സ്നേഹിക്കുക, അതോടൊപ്പം പരിസ്ഥിതിയെ സ്നേഹിക്കുക. നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്തൊക്കെ രീതിയിലാണ് നമ്മൾ അതിനെയൊന്നും ഒരു റീസൈക്കിൾ ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളോ, ഇതൊക്കെ എത്രയോ അഡ്വാൻസ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നമ്മുടെ ഉന്നതരായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും മറ്റുള്ള ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിലുള്ളവരൊക്കെ പോയി കാണുന്നതാണ്. അതിൻ്റെ ചെറിയ കാര്യങ്ങളെങ്കിലും നമുക്കിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ. കാരണം നമുക്കിവിടെ ഇപ്പോൾ ഗ്രാമങ്ങൾ വളരെ കുറവാണ് കേരളത്തിൽ. അപ്പോൾ ഒരു വീടിന് പുറത്ത് ഒരു വീട് വരുന്ന ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനെ ഏറ്റവും മോശമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ നമ്മുടെ ഭരണകൂടം ഈ പറഞ്ഞ സംവിധാനങ്ങൾ ഒപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നാളത്തെ ഒരു തലമുറയോട് നമുക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി കരുതി വെച്ചു എന്ന് പറയാൻ സാധിക്കും. നിശ്ചയമായി. ശ്രീ കൃഷ്ണപ്രസാദ്, ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ യുവ കർഷകരോടൊക്കെ അങ്ങക്ക് എന്താ പറയാനുള്ളത്? യുവ കർഷകരില്ല, അതാണ് ഏറ്റവും വലിയ വേദന. പുതിയ തലമുറ എന്തിന് കാർഷിക വൃത്തിയല്ല, IT മേഖലകളിൽ പോലും നമ്മുടെ ഇവിടെ നിൽക്കാത്തപ്പോൾ
കാർഷിക മേഖലയിൽ അവർ വരണം എന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു അന്ന് ജയസൂര്യ പറഞ്ഞ ഒരവസ്ഥ. അത് എങ്ങനെ വരും? കാരണം ജീവിക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തുന്ന ഒരു തൊഴിൽ മേഖലയായിട്ട് ഇതിനെ കാണാൻ സാധിക്കത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ കാർഷിക മേഖലയിലേക്ക് യുവാക്കൾ വരുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളൂ. നമുക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഇതിനെ കാണാൻ സാധിക്കാത്തിടത്തോളം കാലം പുതിയ തലമുറ ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞ് ഞാൻ അവരെ മിസ്ഗൈഡ് ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. എന്നാൽ പോലും നമുക്ക് ചില കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നിങ്ങൾ ഏത് മറ്റുള്ള തൊഴിൽ മേഖല ചെയ്യുമ്പോഴും ഒരു പാർട്ടായിട്ട് ജീവിതത്തിൻ്റെ ഒരു 10% നമ്മൾ കാർഷിക വൃത്തിയോടും അതുപോലെ എന്തിനു പറയുന്നു, പൂക്കളാവട്ടെ ചെടികളാവട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് വളരെയധികം വേദനാജനകമായ, ഇപ്പം ഞാനിവിടെ നിൽക്കുന്നു, നിങ്ങളുടെ ക്യാമറാമാൻ്റെ ടീമുകൾ ഇവിടെ വന്നു. എന്നെ സംബന്ധിച്ചോളം അവർ തന്നെ വന്നത് വളരെ ബുദ്ധിമുട്ടിലാണ് വന്നത്. എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ അകത്ത് തന്നെ. ഞങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ഒരു പ്രശ്നമില്ലാത്ത ഇതിൽ ഇപ്പോൾ പാടം നികത്തി ഭൂമി പൊക്കിയിട്ട് അവസാനം ഇപ്പോൾ വെള്ളം പോകാതെ വീട്ടിലോട്ട് എനിക്ക് ഒരു മഴയായുള്ളൂ, വീട്ടിലോട്ട് കയറാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ഇതൊക്കെ പ്രകൃതിയോട് ചെയ്യുന്ന തെറ്റല്ലേ? ഇതിന് കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥരാവട്ടെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലുള്ളവരാവട്ടെ അതൊക്കെ തെറ്റായ ഒരു കീഴ്വഴക്കമല്ലേ? പരിസ്ഥിതിയുടെ പേര് പറഞ്ഞ് പരിസ്ഥിതിയുടെ പ്രസംഗം നടത്തിയാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ അത് കുറച്ചെങ്കിലും സ്വന്തം കാര്യത്തിൽ മാത്രം അത് മാറ്റിവെച്ചിട്ട് മറ്റുള്ള ആൾക്കാർക്ക് അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പോരാ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടതെന്ന്. നമ്മൾ ഒരു ഐഡിയലായിട്ട് പൂർണ്ണമായിട്ടും നമ്മളൊരു ഒരു ഐഡിയൽ മാൻ ആവത്തില്ല. പക്ഷേ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവും. ആ തെറ്റ് തിരുത്താൻ സാധിക്കണം. ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് പിന്നെ അങ്ങനെയാണെങ്കിൽ രണ്ടുപേര് പാടുന്നോ, രണ്ടുപേര് പാട്ട് മൂളുന്നോ ഈ ദിവസം? പാടുന്നതല്ല, ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്ന് കാണിച്ചോട്ടെ. അത് സമയമുണ്ടാവും? ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്. വന്നാട്ടെ, ഒരു 2 മിനിറ്റ്. ഏറ്റവും ഈ പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾ അറിയേണ്ട, നിങ്ങളുടെ ഇതിലൂടെ അത് എയറിൽ വരേണ്ട ഒന്നായിട്ട് കാണുന്നു. ഞാൻ ഒരിക്കലും അങ്ങോട്ട് വിളിച്ചോ ഒന്നുമല്ല നമ്മൾ തമ്മിൽ ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ വന്നപ്പോൾ ഇന്നിപ്പോൾ അവരെ അനുഭവിച്ചൊരു ബുദ്ധിമുട്ട് ഞാൻ നിങ്ങളുടെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്ന് സമർപ്പിക്കുക. ഓക്കെ, വന്നാട്ടെ. മഴയുണ്ട്, അതുകൊണ്ടാണ്. വന്നാട്ടെ. ഇത് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, ഞാനിവിടെ ഈ മരങ്ങളൊന്നും വെട്ടിക്കളയാനോ ഒന്നും ചെയ്തിട്ടില്ല. ആകെ നമ്മൾ ഭൂമിയെ സംരക്ഷിക്കാൻ തന്നെയാണ് ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ എന്തു ചെയ്യാം, നമുക്ക് ജീവിതത്തിൽ ആരെങ്കിലും പരിസ്ഥിതിയുടെ ഒരു വലിയ ഒരു ആളായിട്ട് പറഞ്ഞ ഒരാൾ കാണിച്ചിരിക്കുന്ന ഒന്ന്, ഞാൻ ഇത്രയും മുനിസിപ്പാലിറ്റിയുടെ ഇതിൽ ഏറ്റവും കൂടുതൽ ടൈലിട്ടിരിക്കുന്നത് നോക്കി, എനിക്ക് വീടിൻ്റെ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ. നോക്കി, വെള്ളക്കെട്ടാണല്ലേ? അവിടുന്ന് ഇങ്ങനെ ടൈലിട്ടിരിക്കുകയാണ്, കണ്ടില്ലേ? വെള്ളക്കെട്ടെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ നേരിടുന്ന ഒന്നാണ്. ഒന്ന് കാണിച്ചവൻ നോക്കിയേ, ദേ നോക്കി, അവിടെ ഒരവസ്ഥ ഒന്ന് കാണണം, ഒന്ന് ആലോചിച്ചേ. ഇത്രയും ഇന്ന് വരെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കാത്ത ഒന്നാണ്. ഒരു പരിസ്ഥിതിയുടെ പ്രവർത്തകനാണെന്ന് പറഞ്ഞ ഒരാൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ഉപദ്രവമാണ്. ഒരു പാടശേഖരമാണിത്, ഇതിൻ്റെ പുറയിലോട്ട് പാടശേഖരമാണ്. ആ പാടശേഖരം നികത്തി ഇത്രയും വെള്ളം പോകാനുള്ള ചാലുണ്ടായിരുന്നത് ഇല്ലാതാക്കി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റിയാൽ. ഈ പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾ ഇതാണ് എല്ലാവരും അറിയേണ്ടത്. ഈ പറഞ്ഞ ഒരു ടൗണിൽ പോലും പറ്റുകയില്ല. അവിടെ ഒരു വികലാംഗനാണ് അവിടെ താമസിക്കുന്നത്, അദ്ദേഹത്തിന് വീടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റുകയില്ല. അവിടെ നഗരസഭയെ അറിയിച്ചിരുന്നു. അപ്പം നഗരസഭ പറയുന്നത് എന്താണ്? നഗരസഭയെ അറിയിച്ചു. ഇപ്പോൾ അവർ ദുരന്ത നിവാരണ സംഭവത്തിലേക്ക് അവർ നോക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിത് അറിയിച്ചിരിക്കുകയാണ്. കാരണം ഒരു വികലാംഗന് അയാൾക്ക് മുന്നോട്ടിറങ്ങാൻ പറ്റുകയില്ല. അതിൻ്റെ ഇടയിലാണ് ഇതുപോലെയുള്ള, ഞാൻ പറഞ്ഞത് നമ്മുടെ അനുഭവങ്ങളാണ് ഏറ്റവും വലുത്. അനുഭവങ്ങൾ കണ്ടില്ലേ? 90 വയസ്സും 78 വയസ്സും ഉള്ള ആൾക്കാർ താമസിക്കുന്ന ഒരിടത്ത് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ്റെ ദിവസങ്ങളിലാണ് ഈ മണ്ണടിച്ച് അവർ ഈ കാണിച്ചിരിക്കുന്നത്.
എത്രമാത്രം ഒരു ബുദ്ധിമുട്ടാണ്. അയാളാണെങ്കിൽ ഈ ചെയ്തിരിക്കുന്ന ഭൂമിയുടെ ഉടമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിസ്ഥിതിയുടെ വലിയ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞാൽ പോരാ, പ്രവൃത്തിയിൽ കാണിക്കണം. ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനും അത് അഡ്മിറ്റ് ചെയ്ത് നമ്മളതിനെ മുന്നോട്ട് പ്രായശ്ചിത്തമായിട്ട് മാറ്റാനും ശ്രമിക്കണം. ഇത് ഇത്രയും വലിയ ഒരു ഉപദ്രവം ഞങ്ങളുടെ ഈ ഭൂമിക്കുണ്ടായിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. ഈ മറ്റ് കുടുംബം അവിടെ കുറച്ചധികം കുടുംബം താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ശ്രീ കൃഷ്ണപ്രസാദ്? വീണ് അതെ ഇവരൊക്കെ 70-78 വയസ്സായ ആൾക്കാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യം ആ ചേച്ചിയുടെ ചെറിയ വെള്ളത്തിൽ പോലും വീണ് കൈയൊടിഞ്ഞ് 3 മാസം അവരെ ഇരുന്നതാണ്. ആ വികലാംഗനായ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊന്ന് നോക്കിയാട്ടെ. ഇതാ നോക്കി, ഇവിടുത്തെ പുതിയ മണ്ണ് അതെ 1 മാസം പോലും ആയിട്ടില്ല, അതെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. നിങ്ങളൊന്ന് കാണണം, നോക്കി. ഇതൊക്കെ നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. പറഞ്ഞു മനസ്സിലായോ? അല്ല, ഇത് ഈ നഗരസഭയുടെ ഒക്കെ ഇത് അനുമതിയോടുകൂടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ശ്രീ കൃഷ്ണപ്രസാദ്. അവിടെ വന്ന് നോക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനൊക്കെ നഗരസഭയുടെ അല്ല ഇതിപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളിത് അറിയിച്ചിട്ടുണ്ട് അധികാരികളെ. അവരെ ഉടനടി നടപടിയെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മണ്ണടിച്ച് നികത്തി ഇതെല്ലാം ചെയ്തിട്ട് പിന്നെ അത് മാറ്റുന്നതിനേക്കാൾ നല്ലത് അതിനെ ഒരു തീരുമാനം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ ഇതിനെതിരെ ഒക്കെ പ്രതികരിക്കുമ്പോഴാണ് കൃഷ്ണപ്രസാദ് ഒരു വില്ലനായി മാറുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ രീതിയിൽ ശരിയെന്ന് തോന്നുന്നതിനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ പറഞ്ഞ 42 വീട്ടുകാരുടെ ലൈവായിട്ട് ആളുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിൽ അധികാരികൾ ഉടൻ തന്നെ ഇടപെടുമെന്നും പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇപ്പം ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഒരു മരം നട്ട് മാത്രം പോകേണ്ടതല്ല, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. തോട്ടി പോകേണ്ടതാണ്. പാണാഗതി എന്ന് പറഞ്ഞ ഒരു പാടശേഖരത്തൂടെ ഇത് വെള്ളം തോട്ടിക്കൂടെ പോകേണ്ടതാണ്. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഭരണാധികാരികൾ ഇടപെടണം. ഇത് ഞങ്ങളുടെ വിഷമമല്ല. ഈ 42 വീട്ടുകാരുടെ വെള്ളം ഇവിടെ വന്ന് ഇതിലെ പോകേണ്ട ഒന്നാണ്. ഇതൊക്കെ അതിലൊരു നടപടി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഞാൻ അങ്ങയിലേക്കും വരാം. ആ ദുരിത കാഴ്ച ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞാൻ വരാം. അപ്പോൾ അതിനു മുൻപ് ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് ഒരുപാട് സന്തോഷം. അങ്ങക്ക് ഈ വർഷവും ഈ ദിവസവും ഒക്കെ നന്നായിട്ട് വരട്ടെ. കൂടുതൽ കാർഷിക രംഗത്ത് അങ്ങക്ക് തിളങ്ങാൻ കഴിയട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു. എല്ലാവർക്കും പരിസ്ഥിതി ദിന ആശംസകൾ. താങ്ക് യു സോ മച്ച്.